എൻ്റെ പ്രിയ സഹോദരന് എൻ്റെ സ്നേഹാശംസകൾ. നിങ്ങളെ ഇതുവഴി വീണ്ടും കാണുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിനും സമാധാനപരവും സന്തോഷകരവും അനുഗ്രഹീതവുമായ ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സ്വന്തമായും കുടുംബത്തോടൊപ്പവും ജോലിസ്ഥലത്തും ചുറ്റുപാടുകളും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. കുറച്ചു കാലത്തേക്ക് സമാധാനമുണ്ടെന്ന് തോന്നിയാലും യഥാർത്ഥ സമാധാനം ഇല്ല. മനുഷ്യജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്ത വിധം ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. രോഗം, പാപകരമായ ശീലങ്ങൾ, ക്ഷാമം, കടബാധ്യതകൾ എന്നിവ കാരണം അസ്വസ്ഥതയുടെ അവസ്ഥ ഉടലെടുക്കുന്നു. സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർക്കത് കഴിയുന്നില്ല. ചിലർ പറയും, സമുദ്രത്തിലെ തിരമാലകൾ വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത് പോലെ നിങ്ങളൊരു മനുഷ്യനായി ജനിച്ചാൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുമെന്ന്. അത് മനുഷ്യൻ്റെ വിധിയാണെന്ന് അവർ പറയുന്നു. എപ്പോഴും അസ്വസ്ഥതയോടെ ജീവിക്കാനാണോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരിക്കലുമല്ല. നമ്മുടെ കുട്ടികൾ അല്പം ക്ഷീണിതരായി കാണപ്പെടുമ്പോഴോ ഭക്ഷണം വേണ്ടെന്ന് പറയുമ്പോഴോ നമുക്കത് സഹിക്കാൻ കഴിയില്ല. അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു. അപ്പോൾ ദൈവത്തിന് എങ്ങനെയാണ് അവൻ്റെ മക്കളായ നാം ദുരിതത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാൻ കഴിയുക? മനുഷ്യൻ്റെ പാപമാണ് അസമാധാനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. പക്ഷേ മരണം വരെ നാം ഇങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. കടലിൽ തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടേയിരിക്കുന്നു. കപ്പലുകളും ബോട്ടുകളും അതിലൂടെ കടന്നു പോകുന്നു. കാറ്റ് വീശും, തിരമാലകൾ ഉയരും. പക്ഷേ അകത്തുള്ളവർ എപ്പോഴും വിഷമിക്കാറില്ല. അവർ സമാധാനത്തോടെ പോവുകയാണ്. അതുപോലെ നമുക്ക് ചുറ്റും നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. നമുക്ക് നമ്മുടെ ഉള്ളിൽ സമാധാനത്തോടെ ജീവിക്കാൻ ഒരു വഴിയുണ്ട്. ഒരാൾക്ക് മറ്റൊരു സ്ഥലത്തെത്താൻ ഒരു നിബിഡ വനത്തിലൂടെ കടക്കേണ്ടി വന്നു. കാട്ടിലേക്ക് കടന്നപ്പോൾ ഒരുതരം ഭയം അവൻ്റെ ഹൃദയത്തെ പിടികൂടി. അവൻ ഭയചകിതനും പരിഭ്രാന്തനുമായി. ആനകളെയും കടുവകളെയും സിംഹങ്ങളെയും കരടികളെയും കുറിച്ച് ചിന്തിച്ച് അവ തന്നെ ആക്രമിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചു. ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല. കാറ്റിൽ ആടുന്ന മരങ്ങൾ കണ്ട് ഭയന്നിട്ടും അയാൾ നടത്തം തുടർന്നു. ഒടുവിൽ അവന് കാട് മുറിച്ച് കടക്കാൻ കഴിഞ്ഞു. നെടുവീർപ്പോടെ എങ്ങനെയോ രക്ഷപ്പെട്ടുവെന്ന് കരുതി. അതുപോലെ മറ്റൊരാൾ അതേ കാട്ടിലൂടെ കടന്നുപോയി. അവനൊട്ടും പേടിയില്ല. അവനൊരു സാധാരണ മാനസികാവസ്ഥയോടെ പോയി. അവൻ ഉറങ്ങി. അവൻ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ യാതൊരു മനക്ലേശവുമില്ലാതെ കാട്ടിലൂടെ നടന്നു. ഇയാൾ എങ്ങനെയുണ്ട്? എന്ത് തരത്തിലുള്ള നിർഭയത്വത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്? കാട് കടക്കുന്നതിന് മുമ്പ് അയാൾ വനത്തിനടുത്തുള്ള ഗ്രാമവാസികളോടും വനം അധികൃതരോടും കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ കാട്ടിൽ മൃഗങ്ങളൊന്നുമില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ആ വാക്ക് വിശ്വസിച്ച് അയാൾ സമാധാനത്തോടെ പോയി. അയാൾ കാടിനെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി. മുമ്പേ പോയവനൊന്നും അന്വേഷിച്ചതുമില്ല, കണ്ടെത്തിയതുമില്ല. ലോകത്തിലെ മനുഷ്യർ എല്ലാം പഠിക്കുന്നത് വെബ്സൈറ്റുകളിലൂടെയാണ്. അതിൽ ചില നല്ല കാര്യങ്ങളുണ്ടെങ്കിലും പല തിന്മകളും മനസ്സിനെ അലട്ടുന്നതുമായ കാര്യങ്ങൾ അറിയുമ്പോൾ മനസ്സ് കൂടുതൽ വേദനിക്കുന്നു. സമാധാനം തേടി പലരും തങ്ങളുടെ ആശങ്കകൾ മറയ്ക്കാനോ നിരന്തരം മയങ്ങിയ അവസ്ഥയിൽ തുടരാനോ പുകവലി, മദ്യപാനം അല്ലെങ്കിൽ കഞ്ചാവ്, മറ്റു മയക്കുമരുന്നുകൾ എന്നിവയിലേക്ക് തിരിയുന്നു. ചില ആളുകൾ ഏതെങ്കിലും വിധത്തിൽ പ്രലോഭിപ്പിക്കപ്പെടുകയും വ്യഭിചാരത്തിൽ തുടരുകയും ചെയ്യുന്നു. മറ്റ് ചിന്തകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ചിലർ സിനിമകളും മറ്റ് വിനോദങ്ങളും കണ്ട് സമയം ചെലവഴിക്കുന്നു. ഇത് വെയിലത്ത് നടക്കുന്ന ഒരാളെപ്പോലെയാണ്. നിഴൽ പിന്തുടരുന്നു. അയാൾ ഒരു വീട്ടിലേക്ക് പോകുന്നു. നിഴലില്ലെന്ന് തോന്നുന്നു. അയാൾ പുറത്തേക്ക് തിരിച്ചു വന്നു, നടന്നു. നിഴൽ കൂടെ വരുന്നു. അത് അയാളോടൊപ്പം വരുന്നു. നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ചില ആളുകൾ വളരെ ഭക്തരും ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. പക്ഷെ അവർക്ക് യഥാർത്ഥ സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു ഭർത്താവോ ഭാര്യയോ നിരന്തരം ആരോടെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവർ ഒരു രഹസ്യബന്ധത്തിലാണോ എന്ന് ചിന്തിക്കുമ്പോൾ നിലവിലുള്ള സമാധാനം അപ്രത്യക്ഷമാകുന്നു. മനുഷ്യർ എന്തെല്ലാം കണ്ടുപിടിക്കുന്നു, പക്ഷേ സമാധാനത്തിനുള്ള മരുന്ന് കണ്ടുപിടിക്കുന്നില്ല. പണം കൊണ്ട് ഒരാൾക്ക് എന്തും വാങ്ങാം, പക്ഷേ എത്ര പണം ചെലവഴിച്ചാലും സമാധാനം കൈവരിക്കാനാവില്ല. അപ്പോൾ സമാധാനത്തോടെ ജീവിക്കുക അസാധ്യമാണോ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു മനുഷ്യൻ കാലിൽ ചെരുപ്പില്ലാതെ നടക്കുകയായിരുന്നു. നല്ല ഷൂസ് ധരിച്ച ആളെ കണ്ട ഉടനെ ഭാഗ്യവാൻ, നല്ല വിലയേറിയ ഷൂസ് ധരിച്ചിരിക്കുന്നല്ലോ എന്ന് അയാൾ കരുതി. നല്ല ഷൂസ് ധരിച്ച് നടന്നവൻ ഒരാൾ സൈക്കിളിൽ പോകുന്ന കണ്ടപ്പോൾ കാല് വേദനയോടെ ഞാൻ നടക്കുമ്പോൾ ഭാഗ്യവാൻ സൈക്കിൾ ഓടിക്കുന്നുവല്ലോ എന്ന് കരുതി. സൈക്കിൾ യാത്രികനാകട്ടെ ഈ പഴയ സൈക്കിൾ ചവിട്ടാൻ താൻ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടെന്നും സ്കൂട്ടറിലിരിക്കുന്ന മനുഷ്യരെപ്പോലെ ഒരു വാഹനം ഉണ്ടായിരുന്നെങ്കിൽ അതെത്ര നന്നായിരിക്കുമെന്നും ചിന്തിച്ചു. സ്കൂട്ടറിലുണ്ടായിരുന്നയാൾ കാറിലിരിക്കുന്ന ആളെ കണ്ട് അയാൾക്ക് വേണ്ടി ഡ്രൈവർ വണ്ടി ഓടിക്കുന്നതിനാൽ സുഖമായി പോകാം, ഞാനോ ചൂടിലും മഴയിലും കഷ്ടപ്പെടേണ്ടി വരുന്നു എന്ന് കരുതിയതിനാൽ അയാൾക്ക് തന്നോട് തന്നെ രോഷം തോന്നി. കാറിൽ പോകുന്ന ആൾ തൻ്റെ വയലുകളിൽ പണിയെടുക്കുന്ന ആളുകൾ ദരിദ്രരാണെങ്കിലും ചൂടിനെ വകവയ്ക്കാതെ അവർ സന്തോഷത്തോടെ പാട്ടുകൾ പാടുന്ന കണ്ടപ്പോൾ
സ്വന്തം പ്രശ്നങ്ങൾ ഓർത്ത് അയാൾക്ക് വേദന തോന്നി. ഞാൻ ദരിദ്രനായി ജനിച്ചെങ്കിൽ സമാധാനവും സന്തോഷവും ലഭിക്കുമായിരുന്നു എന്ന് കരുതി. കാറിൽ പോകുന്ന ആ മനുഷ്യനെ കണ്ട ആളുകൾ ഭാഗ്യം ചെയ്ത മഹാരാജൻ, അവൻ എത്ര നല്ലവനാണെന്നും അവൻ എന്ത് പുണ്യപ്രവൃത്തി ചെയ്തു കാണുമെന്നും പരസ്പരം പറഞ്ഞു. ഇങ്ങനെയാണ് പലരും തങ്ങളെക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലുള്ളവരെ നോക്കി അവർ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നുവെന്ന് കരുതുന്നത്. എന്നാൽ യഥാർത്ഥ സമാധാനം ആരിലും നിലനിൽക്കുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് മാത്രമേ മനുഷ്യന് യഥാർത്ഥ സമാധാനം നൽകാൻ കഴിയൂ. സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ സൃഷ്ടിച്ചത് സമാധാനത്തോടെയാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തതിനാൽ അവൻ ആ സമാധാനം നഷ്ടപ്പെട്ടു. എന്നാൽ മനുഷ്യന് യഥാർത്ഥ സമാധാനം നൽകാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനായി അവൻ വിളിക്കുന്നുണ്ട്, ഈ കാലഘട്ടത്തിലെങ്കിലും നിങ്ങളുടെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞു എങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 19:42 എന്ന് കർത്താവായ യേശു പറഞ്ഞു. സമാധാനം നേടുന്നതിൽ നിന്ന് നമ്മെ തടയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കും ആ യഥാർത്ഥ സമാധാനം നേടാൻ കഴിയും. അവൻ സമാധാനത്തിൻ്റെ ദൈവമായതിനാൽ പണത്തിനോ ജാതിക്കോ മതത്തിനോ ഒരു മനുഷ്യനും സമാധാനം നൽകാൻ കഴിയില്ല. ദൈവം ഒരു മതത്തിൻ്റെയും സ്വന്തമല്ല. ലോകത്തിലെ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അവൻ മനുഷ്യവംശത്തിൻ്റെ സമാധാനത്തിനായുള്ള വീണ്ടെടുപ്പിൻ്റെ യാഗമായി മാറി. അതുകൊണ്ട് അവന് മാത്രമേ സമാധാനം നൽകാൻ കഴിയൂ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് കർത്താവായ യേശു പറഞ്ഞു. യോഹന്നാൻ 14:27. കർത്താവായ യേശു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമാധാനം നൽകട്ടെ. കർത്താവായ യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. എൻ്റെ അടുത്ത കത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.